എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെറുപയർ വെച്ചിട്ടുള്ള ഒരു സുഖിയനാണ്. ചെറുപയർ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ സുഖിയനൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അത് കഴിക്കാൻ നല്ല അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഗൾഫിലൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല ചൂടുള്ള ചായക്കൊപ്പം നമുക്കൊരു സുഖിയനൊക്കെ കഴിക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ സുഖിയൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 250 ഗ്രാം പച്ചപ്പയർ, ഇത് ഞാൻ തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി അത് വേവിച്ചെടുക്കണം. ഇത് മൂങ് ദാൽ എന്ന് പറയും. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ബൗള് നാളികേരം ചെരുകിയത്, പിന്നെ 150 ml ശർക്കരപ്പാനി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഈ ഏലക്കാപ്പൊടിക്ക് പകരം ചുക്കുപൊടിയോ അല്ലെങ്കിൽ ജീരകപ്പൊടിയോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഞാൻ ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 200 ഗ്രാം മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം നമുക്ക് പോരായി വരും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 200 ഗ്രാം കൂടി ഇടുന്നുണ്ട്. ടോട്ടൽ 400 ഗ്രാമാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. ഞാൻ എന്നിട്ട് അത് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് നമുക്കത് കലക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല. എനിക്ക് വൈറ്റ് കളറാണ് അതിൻ്റെ ഇതാവുന്നത് ഇഷ്ടം. അപ്പോൾ ഞാനത് ഇടാറില്ല. പക്ഷെ ഞാൻ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ബാറ്റർ അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് പതുക്കെ കലക്കിയെടുക്കാം. നല്ല തിക്ക് ബാറ്റർ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മൾ ബാറ്റർ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിരിക്കണം. അല്ലാണ്ട് നമ്മൾ കട്ടി കുറയ്ക്കരുത്. അപ്പോൾ അതിൻ്റെ കവറിങ് വളരെ തിന്നായിരിക്കും. അത്യാവശ്യം നല്ല തിക്ക് ബാറ്ററായിട്ടാണ് നമ്മളത് കലക്കിയെടുക്കേണ്ടത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഈ പയറിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ പയർ വേവിക്കുമ്പോൾ പയറിൻ്റെ മുകളിലായിരിക്കണം വെള്ളം നിൽക്കേണ്ടത്. ഇനി നമുക്കതൊരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. കാരണം ഞാൻ തലേദിവസം സോക്ക് ചെയ്ത് വെച്ച കാരണം കൊണ്ട് നമ്മളധികം ഇത് കുക്കർ അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. നമുക്കത് ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് വെന്തതിന് ശേഷം ഞാൻ ബാക്കി കാണാം. അപ്പോൾ പയർ ഒരുവിധം വെന്ത് വരുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല പാകമായിരിക്കും. അല്ലാണ്ട് പയർ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കുകയായിരിക്കും. തലേദിവസം വെള്ളത്തിലിട്ട് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ പയറൊക്കെ വെള്ളം വറ്റിയിട്ട് ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി ഒരുവിധം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ നേരത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മളതിലേക്ക് എടുത്ത് വെച്ച ആ ഏലക്കാര പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സുഖിയനിലേക്കായിട്ടുള്ള പയർ ഒരുവിധം നന്നായിട്ട് ശർക്കരപ്പാനിയിലൊക്കെ കിടന്ന് നന്നായിട്ട് അത് വറ്റി വിളയിച്ച് അതേപോലെ ആയിട്ട് വന്നിട്ടുണ്ട്.
നമ്മൾ ചെറുപയർ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് സാധാരണ ഇതേപോലെ നമ്മൾ പയർ വിളയിച്ചിട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് ഇങ്ങനെ പയർ തനിക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ ഉരുളകളായിട്ട് മാറ്റണം. അപ്പോൾ നല്ലൊരു ചൂടുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതെല്ലാതും ആദ്യം ഉരുളകളാക്കിയിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് മുക്കി പൊരിക്കാം. ചൂടുള്ള എണ്ണയിൽ ഇടും. നമ്മളിതൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുവിധം നമുക്ക് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സുഖിയൻ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് കോരി മാറ്റാം. നമ്മളൊരു ട്രിപ്പും കൂടി നമ്മളിട്ടായിരുന്നു. അതും കൂടി നമുക്കത് വറുത്ത് കോരി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സുഖിയൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ചെറുപയർ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.